2010 മോഡൽ i20 ആണ്. അതിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഈ പാനൽ അഴിച്ചെടുക്കണം. ഓക്കെ, എന്നിട്ട് സ്റ്റീരിയോ അടിച്ച് മാറ്റിയിട്ട് നമ്മുടെ പാനലിലേക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റണം. ഇതിൻ്റെ പാനൽ അഴിക്കുക. ഇവിടെ മൊത്തം ലോക്കോളാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് മുകളിൽ നിന്ന് തിക്കിയിട്ട് വേണം ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ പ്ലഗ് ചെയ്യുക. അത് നല്ല ഔട്ട് ചെയ്യുക. ഇവിടെ പുറന്നു, അതേപോലെ ഇവിടെ നല്ല ഓപ്പൺ ചെയ്യുക. അതേപോലെ ഈ ചുറ്റോറം 4 സൈഡിലും ചെയ്താൽ തന്നെ അത്യാവശ്യം പാനൽ പുറത്തേക്ക് വരും. പിന്നെ മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫൈബർ പാനൽ റിമൂവ് ചെയ്യണം. ഇങ്ങനത്തെ ഫൈബർ പാർട്സ് റിമൂവർ വരുന്നുണ്ട്, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ മുകളിലൊക്കെ മാറും. എന്നിട്ട് ഈ സ്വിച്ചസ്, ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കീവേഡ്സ്, അതേപോലെ ഈ 2 AC വെൻ്റ് ഒക്കെ നമ്മുടെ പാനലിലേക്ക് കയറിയിട്ട് സെൻട്രലിലെ ആൻഡ്രോയിഡ് ഒക്കെ ആണ് നമ്മുടെ പാനൽ വരിക. അപ്പോൾ നമുക്ക് ബാക്കി വർക്കിന് ശേഷം പാനൽ ഊരിയെടുത്തിട്ടുണ്ട്. മുകളിലത്തെ ട്രിപ്പിൻ്റെ സ്വിച്ച്, അതേപോലെ തന്നെ ഹസാർഡ് സ്വിച്ച് ഊരിയിട്ടുണ്ട്. അടിയിലത്തെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ഒക്കെ ഊരിയിട്ടുണ്ട്. ഈ സ്റ്റീരിയോ അങ്ങനെ തന്നെ മുകളിലെ 2 സ്ക്രൂ, താഴത്തെ 2 സ്ക്രൂ അടിച്ചിട്ട് മാറ്റും. എന്നിട്ട് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ കപ്ലേഴ്സ് ഡയറക്റ്റ് ഇതിൻ്റെ കമ്പനി സ്റ്റീരിയോൻ്റെ പിന്നിലുള്ള കപ്ലേഴ്സിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യും. നമ്മുടെ i20 ഓൾഡിൻ്റെ ഏകദേശം വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീരിയോ സ്റ്റീരിയോൻ്റെ കണക്ഷൻ കൊടുത്ത് പാനൽ ക്ലോസ് ചെയ്യാനായിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് കണക്ഷൻസ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റീരിയോൻ്റെ കപ്പിൾ നമ്മുടെ ക്യാമറയുടെ ഇൻപുട്ട് കേബിളാണ്. പിന്നെ നമ്മുടെ GPS-ൻ്റെ സോക്കറ്റാണ്. നമ്മുടെ 2 USB-യുടെ കേബിളാണ് വരുന്നത്. USB-യുടെ കേബിൾ നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ടിട്ടുള്ളത്. GPS നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൈക്കിൻ്റെ കേബിൾ വന്നിട്ടുണ്ട്. നമ്മുടെ മൈക്ക് നമ്മൾ ഇതെവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റിയറിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. സ്റ്റിയറിംഗ് തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത രീതിയിൽ. അപ്പോൾ ഇത് നമ്മുടെ കമ്പനി i20യുടെ പാനലാണ്, സ്റ്റീരിയോ പാനൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൻഡ്രോയിഡ് വയ്ക്കുമ്പോൾ അതിലേക്ക് പാനലിലേക്ക് എല്ലാ സ്വിച്ചസും ഊരിയെടുത്തിട്ട് ഫിക്സ് ചെയ്ത് i20 2010 ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാളിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലുക്കിലാണുള്ളത്. നമ്മുടെ ട്രിപ്പിൻ്റെ സ്വിച്ച്, അതേപോലെ ഹസാർഡ് സ്വിച്ച്, അതേപോലെ AC-യുടെ സൈഡിലെ എൻ്റെ ഉള്ളിലേക്ക് AC വരാനുള്ള വെൻറ്റ് കാര്യങ്ങൾ, അതേപോലെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് മ്യൂസിക് വരുന്നത്. പിന്നെ റേഡിയോ, പിന്നെ ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട്. പിന്നെ ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കാം. നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് റിവേഴ്സ് ഇട്ട് നോക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൽ. യൂട്യൂബ് ഉണ്ട്, ടോർക്ക് ഉണ്ട്, അതേപോലെ തന്നെ മാപ്പ്, അതേപോലെ തന്നെ നമ്മുടെ DSP ഒക്കെ ഇൻബിൽട്ടുള്ളതാണ്.